GST ഇളവ് പ്രഖ്യാപിച്ചപ്പോൾ പല പ്രമുഖ ബ്രാൻഡ് കാറുകൾക്ക് 1,00,000 രൂപ വരെ വില കുറയും. GST ഇളവുകൾ പ്രഖ്യാപിച്ചതിന് പിന്നാലെ തങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ വില കുറയ്ക്കുമെന്ന് പ്രമുഖ കമ്പനികൾ കേന്ദ്ര സർക്കാരിന് ഉറപ്പ് നൽകിയെന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. അങ്ങനെയാണ് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. GST നിരക്കുകൾ കുറച്ചെങ്കിലും അതിന്റെ പ്രയോജനം സാധാരണക്കാർക്ക് ലഭിക്കുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ടെന്ന ആശങ്ക കേരളത്തിലെ ധനമന്ത്രി ഉൾപ്പെടെ പങ്കുവച്ചിരുന്നു. ആ ആശങ്കയാണ് ഇപ്പോൾ ഒഴിഞ്ഞിരിക്കുന്നത്. കാറുകൾക്ക് മാത്രമല്ല പല നിത്യോപയോഗ സാധനങ്ങൾക്കും വില കുറയുമെന്നാണ് ദേശീയ മാധ്യമങ്ങൾ വെളിപ്പെടുത്തുന്നത്. ഹിന്ദുസ്ഥാൻ യൂണിലിവർ, ബ്രിട്ടാനിയ, അമൂൽ, പാർലി പ്രൊഡക്ട്സ്, കോൾഗേറ്റ് പാമോലിവ്, LG, സോണി തുടങ്ങിയ പ്രമുഖ കമ്പനികളാണ് GST നിരക്കുകൾ കുറഞ്ഞതിന്റെ ആശ്വാസം ജനങ്ങൾക്ക് കിട്ടുമെന്ന് കേന്ദ്രത്തിന് ഉറപ്പ് നൽകിയിരിക്കുന്നത്. ഇതോടെ ടെലിവിഷൻ, AC എന്നിവയ്ക്ക് കാര്യമായി വില കുറയുമെന്ന് വ്യക്തമായി. 1,00,000 രൂപ വരെയുള്ള TVകൾക്ക് 10,000 രൂപ വരെ വില കുറയുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഈ ഉത്സവ സീസണിൽ തന്നെ വില കുറവും ഉണ്ടാകും. അതുപോലെ നമ്മൾ ഇടയ്ക്കിടെ ഉപയോഗിക്കുന്ന സൗന്ദര്യവർദ്ധന വസ്തുക്കൾ അതിന്റെയും വില കുറയും. കാറുകൾക്കാണ് കാര്യമായ തോതിൽ വില കുറയുന്നത്. ഈ മാസം 24-ാം തീയതി മുതൽ തങ്ങളുടെ വാഹനങ്ങൾക്ക് വില കുറയുമെന്ന് പ്രമുഖ കാർ നിർമ്മാതാക്കളായ ടാറ്റ ഗ്രൂപ്പ് അറിയിച്ചിട്ടുണ്ട്. ഓരോ മോഡൽ കാറുകൾക്ക് കുറയുന്ന വിലയും പുറത്തുവിട്ടിട്ടുണ്ട്. ഇതനുസരിച്ച് ടാറ്റ ടിയാഗോയ്ക്ക് 75,000 രൂപ വരെയും കുറയും. ടാറ്റ പഞ്ചിന് 85,000 രൂപ വരെയാണ് കുറയുന്നത്. ആൾട്രോസിന്റെ വിലയിൽ 1,00,000 രൂപ വരെ കുറവുണ്ടാകുമെന്നാണ് ലഭിക്കുന്ന വിവരം. മാരുതിയുടെ വാഗണാറിന് 90,000 രൂപ വരെ കുറയുമ്പോൾ സ്വിഫ്റ്റിന് 1,00,000 രൂപ വരെയാണ് കുറവുണ്ടാകുന്നത്. ഓൾട്ടോയുടെ വിലയിൽ 35,000 രൂപയും കുറയും. ഹുണ്ടായിയുടെ ജിയോസിന് 51,000 രൂപ വരെ കുറയുമെന്നാണ് ലഭിക്കുന്ന വിവരം. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിലയിലെ കുറവ് സംബന്ധിച്ച് കമ്പനികൾ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയിട്ടില്ല. അധികം വൈകാതെ തന്നെ അതുണ്ടാകും. അതാണ് ദേശീയ മാധ്യമങ്ങൾ പറയുന്നത്. അതുപോലെ ആരോഗ്യ ടേം ഇൻഷുറൻസിന്റെ പ്രീമിയം പേയ്മെന്റ് 18% സ്ലാബ് വിഭാഗത്തിൽ നിന്ന് നീക്കം ചെയ്യുകയും 0% വിഭാഗത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. ഇത് സെപ്റ്റംബർ 22 മുതൽ നടപ്പിലാക്കും. ഇൻഷുറൻസ് കമ്പനികളുമായും ഇൻഷുറൻസ് വ്യവസായവുമായും നടത്തിയ ചർച്ചകൾക്ക് ശേഷമാണ് GSTയിൽ നിന്ന് ഒഴിവാക്കിയതെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞത്. GST പ്രകാരമുള്ള ഇളവിന്റെ ആനുകൂല്യം ഇൻഷുറൻസ് പ്രീമിയം അടയ്ക്കുമ്പോൾ ലഭ്യമാകുമെന്നും വാർത്തകളുണ്ട്. ആനുകൂല്യങ്ങൾ ജനങ്ങൾക്ക് കൈമാറാൻ പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും ആനുകൂല്യങ്ങൾ ജനങ്ങൾക്ക് കൈമാറുന്നില്ലെങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കാം. കമ്പനികൾ GST നിരക്ക് കുറച്ചതിന്റെ ആനുകൂല്യം തനിക്ക് നൽകുന്നില്ലെന്ന് ആരെങ്കിലും പരാതിപ്പെട്ടാൽ ആ കമ്പനിക്കെതിരെ നടപടി എടുക്കുമെന്നാണ് മന്ത്രാലയം പറയുന്നത്. ഇങ്ങനെയാണ് ഒരു ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്തത്. ഏതായാലും GST നിരക്ക് കുറയുന്നതോടൊപ്പം തന്നെ ഈ സാധനങ്ങൾ, അതായത് നിത്യോപയോഗ സാധനങ്ങൾ ഉൾപ്പെടെ പല സാധനങ്ങൾക്കും വില കുറയുന്നത് ആശ്വാസം തന്നെയാണ്. അതുപോലെ കാറുകൾ വാങ്ങാൻ കാത്തിരിക്കുന്നവരും അവർക്ക് ഒരു ആശ്വാസമാണ് ഇത്രയും വില കുറയുന്നത്. അത് 1-2 അല്ല, 1,00,000 രൂപ വരെ വില കുറയുമെന്ന് പറയുന്നത് വളരെ ഒരു ആശ്വാസമാണ്. ഏതായാലും കാറ് വാങ്ങിക്കാൻ കാത്തിരിക്കുന്നവർ ഈ മാസം അവസാനത്തോടുകൂടി മാത്രമേ വാങ്ങിക്കാവൂ. എങ്കിലേ ഈ ആനുകൂല്യം കിട്ടത്തുള്ളൂ. ഈ ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഈ മാസം 24-ാം തീയതിക്ക് ശേഷം വില കുറയുമെന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും നമുക്ക് കാത്തിരിക്കാം.